ബട്ടൺസും പോയാ റസിയ റസിയ ഒന്നിങ്ങട് വന്നേ. എന്താണ്? ഇങ്ങട് വാങ്ങട്. ഇതിന്റെ ബട്ടൺസ് പോയി കിടക്കണ. ഇതൊക്കെ എന്താന്ന് ഇതൊന്നും എടുത്ത് നോക്കാത്ത. ബട്ടൺസാ? ആ വേറൊന്നും ഇട്ടാ പോരെ, അതിനാണ് ഇന്നെ കടന്ന് വിളിച്ച്. ആ വേറൊന്നും ഇടില്ലല്ലോ. ഇതൊക്കെ ഒന്ന് നോക്കിക്കൂടെ എനിക്ക്? ഈ കത്തി അങ്ങോട്ട് മാറ്റിയ മുഖത്തുനിന്ന്. ഞാൻ ഒരു പണിയിലാണ്. എന്താണ്? ഇതൊന്നും തുന്നിടാറുന്നില്ല എനിക്ക്. ഇനിയിപ്പൊ ഇത് ഞാൻ തന്നെ തുന്നണോ? നിങ്ങളൊരു തുന്നക്കാരനല്ലേ? അല്ലെങ്കിൽ ആ കുഞ്ഞുട്ടിനോട് പറഞ്ഞാ പോരെ, കടയിലിരുന്ന് ഓൻ തുന്നിക്കോളൂല്ലേ? അത് ശരി. അപ്പൊ ഇപ്പൊ തുന്ന പണി ആയപ്പോ വീട്ടിലുള്ള സാധനങ്ങൾ ഇരുന്ന് തുന്നല പെക്ക് പണിയില്ലേ? അത് ശരി. ഒരു ബട്ടൺസ് തുന്നിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് പറ്റാനാണ്? അല്ല അന്നെ ഞാൻ എന്തിനാ ഇവിടെ കെട്ടിക്കൊണ്ടുവന്നേക്കണേ? ബട്ടൺസ് തുന്നാനാ? ബട്ടൺസ് തുന്നാനല്ല, എന്റെ എല്ലാ കാര്യം ഇജ്ജ് ചെയ്യണോ? ഇവിടെ കാണിക്കാ ഇങ്ങട് ഓരോ കാര്യങ്ങള് പറയണത്. അല്ല നിങ്ങൾക്ക് എന്താണ്, ഭ്രാന്താണോ? എന്ത് ഭ്രാന്ത്? പിന്നെ അല്ലാതെ ഒരു ബട്ടൺസിന് വേണ്ടി ഇക്കടന്ന് ഒച്ചെടുക്കേണ്ട കാര്യം? ഒച്ചെടുക്കല്ല, അങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഇല്ല, ശ്രദ്ധിക്കലില്ല. ഇന്റെ കാര്യം ശ്രദ്ധിക്കലില്ല. അതെന്നെ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കാര്യമാണ് ഞാൻ ശ്രദ്ധിക്കാതെ. ഇങ്ങോട്ട് നോക്ക്, എന്ത് കാര്യം ശ്രദ്ധിക്കാതെ? ഞാൻ കത്തി മാറ്റി തമാശ കളിക്കല്ലേ? കണ്ണിൽ ഊത്തുപോയി. അല്ല പിന്നെ ഓരോ കാര്യങ്ങൾ. ഒന്നാമത്തെ ഇതൊക്കെ തിരുമ്പണം നേരത്ത് ഇങ്ങനെ അങ്ങോട്ട് തല്ലി തിരുമ്പല്ല ചെയ്യാ. ഒരു ഒതുക്കത്തിലൊക്കെ ചെയ്യണോ? നിങ്ങൾ കണ്ട ഞാൻ തല്ലി തിരുമ്പണേ? ഇല്ലല്ലോ. ഞാൻ അത് വാഷിംഗ് മെഷീനിലല്ലേ അലക്കല്. അപ്പൊ വാഷിംഗ് മെഷീനിലപ്പൊ ഇതൊക്കെ കൊണ്ടായിരുന്നില്ലേ? വേറെതല്ല, അത് ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടന്ന് കറങ്ങല്ലേ? ഒന്നും അറിയണ്ടല്ലോ. അല്ല നിങ്ങൾക്ക് എന്താണ് എല്ലാരും തുണി നനക്കാൻ വാഷിംഗ് മെഷീനിൽ ഇടും? അതെ, ഇജ്ജ് ഇവിടുത്തെ കറണ്ട് ബില്ലൊക്കെ ഇജ്ജ് ആലോചിക്കലുണ്ടോ? എന്താ ഇവിടുത്തെ കറണ്ട് ബില്ലിന്റെ ഇത് വരണേന്ന് നോക്കലുണ്ടോ? വെറുതെ അല്ല, ഇജ്ജ് വാഷിംഗ് മെഷീനിൽ തന്നെ ഇതൊക്കെ ഇട്ട് തിരുമ്പണ എന്നെ. ഇതിപ്പോ കണ്ടോന്റെ തുണിയൊന്നല്ലല്ലോ, നമ്മുടെ തുണി ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടുപോയി. അത് നിങ്ങൾ ഇത്ര കണക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. വാഷിംഗ് മെഷീനിൽ ഇടണോണ്ടല്ലാന്ന്, ഇജ്ജ് ഇടക്കൊക്കെ ഇത് കല്ലിലൊക്കെ തിരുമ്പണതല്ലാണ്. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ കല്ലിലിട്ട് ഇങ്ങനെ തിരുമരുത്, ഇന്റെ ബട്ടൺസ് പോകുന്നത്. ഒരു കാര്യം എന്റെ അടുത്ത് പറയാൻ പറ്റൂലല്ലോ. അത് ചെയ്യണത് അതിന്റെ ഒതുക്കത്തിൽ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഇത് എന്തെങ്കിലൊക്കെ ആയിക്കോ. എന്നോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ എന്തെങ്കിലും ആയിക്കോളാം. അങ്ങോട്ട് ഒരു ബട്ടൺസ് പോയി വെച്ചിട്ട് ഈ കടന്ന് ഒച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. കത്തി അവിടെ നിർത്തേ. എന്ത് ചെയ്താലും നിങ്ങൾക്ക് കുറ്റാണ് അവിടെ. കുറ്റത്തിന്റെ അല്ല, ഇനി ഇത് ഇവിടെ ഇട്ടിട്ട് പോവോ? ഇനി ഇവിടെ ചീർപ്പ് എടുക്കണ നേരത്തെ പിന്നെ കത്തി എടുത്ത് ചെയ്യൂ തലയില്. എണീറ്റ് ചാത്തം കുടിയല്ലേ? ഓരോ കാര്യങ്ങൾ ചെയ്യണ ഒരു വകതിരിവ് എന്ന് പറഞ്ഞില്ല. വലിയ വർത്താനം പറയലെന്നെ ഉള്ളു. ഞാൻ പോട്ടെ. ഇന്ന് ഉച്ചക്ക് ഞാൻ വരൂല കേട്ടോ. വരണ്ട. നല്ല കരിമീൻ വെച്ചിട്ടുണ്ട്. എന്ത് കരിമീൻ? എവിടുന്ന കരിമീൻ? കരിമീനൊക്കെ ഒന്നല്ല കിട്ടി. പറഞ്ഞില്ലല്ലോ. എന്തിനപ്പൊ പറയണ്? നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യം ഒന്നും അറിയണ്ടല്ലോ. എന്റെ മെക്കിട്ട് കയറാനല്ലേ അറിയുള്ളൂ. എന്റെ മെക്കിട്ട് കയറാൻ എന്താ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ വേറെ ആൾക്കാരെ നോക്കല് ഞാനല്ലേ? എന്താ ഈ പറയണേ? ഇവിടുത്തെ കാര്യങ്ങൾ അറിയാണ്ട് ആവൂ. ഒരു കരിമീൻ കായ് കൊടുത്ത് മേടിച്ചിട്ടുണ്ടാവും. അപ്പൊ അതാണ് ഇപ്പൊ ഇതിന്റെ വലിയ ലെക്ചർ ഇറക്കണത്. എടി, ഞാൻ അവിടെ അധ്വാനിച്ചുണ്ടാക്കണ കായ് എൻ്റെ കൊണ്ടുവന്ന് തരിക എന്നുള്ള പണി എന്നൊക്കെ ഉള്ളോ. ബാക്കി കുടുംബത്തെ കാര്യങ്ങളൊക്കെ നോക്കുക പെണ്ണുങ്ങൾ തന്നെ. ഓന്റെ പടച്ചോനെ, എന്റെ കെട്ടിയോൻ എനിക്ക് ലക്ഷങ്ങളാണ് തുന്നിക്കൊണ്ട് തരുന്നത്. ലക്ഷങ്ങൾ ഞാൻ അവിടെ കണക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം കൊണ്ട് തരുന്ന ലക്ഷം. പിന്നെ ഞാൻ പോയി തുന്നിട്ട് എനിക്ക് ലക്ഷങ്ങൾ ഇടയ്ക്ക് പോയിക്കോ. എന്റെ ദേഷ്യം വരുന്നുണ്ടല്ലോ. ലക്ഷങ്ങൾ ഞാൻ ഇപ്പൊ തുന്നിട്ടുണ്ടാക്കി കൊണ്ടുവരാ എനിക്ക്. അല്ല, ഇത്ര നേരം ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ, അവിടെ കിടന്ന് തുള്ളായിരുന്നല്ലോ. അങ്ങനൊക്കെ തന്നെയാണ്. ഒരു കാര്യങ്ങൾ നോക്കാണ്ടിരുന്ന പിന്നെ തുള്ളൂല്ലേ? എന്തൊരു ബട്ടൺസ് ഇല്ലാച്ചിട്ട് നിങ്ങൾ ഇവിടെ കിടന്ന് തുള്ളൂ? ഇക്കൊരു വഴിക്ക് പോണ നേരത്തെ എന്തെങ്കിലും ഒരു തടസ്സം കണ്ട പിന്നെ എനിക്ക് സഹിക്കൂല. ആണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഇപ്പൊ എന്നോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നല്ല. അല്ല, ഉച്ചക്ക് ഞാൻ വരൂ കേട്ടോ. നിങ്ങള് വരണൊന്നൊന്നുമില്ല. അന്നാ വരുന്നില്ല. ഈ ഒറ്റക്ക് ഇരുന്ന് തിന്നോ. ഞാൻ വരില്ല കേട്ടോ ഉച്ചക്ക്. ഈ തിന്നോട്ടാ. നേരത്തെ വരാതിരുന്നാ മതി. വരില്ല അത്ര. കരിമീന്റെ മണടിച്ച വരുന്ന ആള്. ഹലോ, ആരാണ്? അതെ, റസിയാണ്. ഇന്റെ നമ്പറിലേക്കല്ലേ നിങ്ങൾ വിളിച്ചത്?
ആ ശബ്ദം ഞാൻ എവിടെയോ കേട്ട പോലെ ഉണ്ട്. പക്ഷേ ഇസ്മയില് അല്ലേ? പിന്നെ ആരാണ്? അല്ലക്ക് കിട്ടാത്തോണ്ടാണ്, പെട്ടെന്ന് കിട്ടണില്ല. ആ വീട് ഇപ്പൊ നേരത്തെ ഇരുന്ന സ്ഥലത്ത് തന്നെ. അത് ടോള് കഴിഞ്ഞിട്ട് ഇടത്തോട്ടൊരു വഴിയില്ലേ, അവിടുന്ന് ഒരു മുറുക്കാൻ കട കാണൂ. ആ ചെറിയ വഴി നേരെ വരണ എന്റെ വീട്ടിലേക്കാ. കാണുമ്പോഴോ? അതല്ല, ആരാണെന്ന് പറ. കട്ടാക്കിയോ? കാണുമ്പോ മനസ്സിലാക്കുന്നൊക്കെ പറയാൻ ആരാണ്? പഠിച്ചവനെ വല്ല കള്ളനറ്റാണോ? ഞാൻ ഏത് ബോധത്തിലാണ് ഈ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തത്? ഇതെന്താ ചെയ്യണേ? മല്ലികേ, മല്ലികേ, എന്താ ഇങ്ങോട്ട് വന്നേ. എന്താടി? ഇവിടെ ഇരുന്നേ. ഒരു സംഭവം ഉണ്ടായി. എനിക്കൊരു ഫോണ് വന്നേ. ആ ഫോണ് വന്നപ്പം ആരാന്ന് മനസ്സിലായോ നിന്നോട് ചോദിക്കുക. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? അപ്പൊ ഞാൻ ഒച്ചയായിട്ടപ്പോ തോന്നി ഇസ്മയിലാണ്. പക്ഷെ അത് ഇസ്മയിലല്ല, വേറെ ആരോ ആണ്. എന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ച് ഇങ്ങോട്ടുള്ള വഴി ഒന്ന് കറക്റ്റ് ആയിട്ട് പറയോന്ന്. ഞാൻ പറഞ്ഞു കൊടുത്ത്. ആരാന്നറിയാതെ നീ മൊത്തം വഴിയും പറഞ്ഞു കൊടുത്തോ? അതല്ലടി, ഇത് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ചോദിക്കാലോ. ഞാൻ ചോദിച്ചപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്ത് പോയി. അയ്യോ, നീ ടെൻഷൻ അടിക്കണ്ട. ഒരു കാര്യം ചെയ്യും, ആ വന്ന ഫോണിലേക്ക് നീ ഒന്ന് തിരിച്ചു വിളിച്ചു വെച്ചിട്ട് ആരാന്ന് ചോദിക്കും. എനിക്ക് പേടിയാണ്, എനിക്ക് ഒന്ന് ചോദിക്ക്. ഞാൻ ചോദിച്ചാല് ചിലപ്പോ നീ വല്ല കുടുംബക്കാരെങ്ങനെ ആയിരിക്കട്ടെ, നീ എന്നെ വിളിച്ച് ചോദിക്കി. അല്ല, കാണുമ്പോ മനസ്സിലാവും എന്നൊക്കെ പറയണേ. പിന്നെ ആരെങ്കിലും നിനക്ക് പരിചയമുള്ള ആരെങ്കിലും നീ വിളിച്ച് ചോദിക്കാൻ, ആരാന്ന് ചോദിക്കേ. ചോദിക്കേടി, ഒരു ഫോണ് വന്നിട്ട് ഇവിടെ കളിക്കുന്ന നോക്ക്. ഔട്ട് ഓഫ് റേഞ്ച്. വല്ല തരികിട ചെക്കന്മാരാണോ നീ പറഞ്ഞ പോലെ? ടെൻഷൻ അടിക്കണ്ട, നീ ഒരു കാര്യം ചെയ്യും, പരീക്കാനെ വിളിച്ച് കാര്യം പറഞ്ഞേക്കേ. അത് ശരിയാവൂല. മൂപ്പര് അല്ലെങ്കിൽ തന്നെ രാവിലെ എന്നോട് ദേഷ്യപ്പെട്ടിട്ടാ പോയത്. രാവിലെ ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം വരുമ്പോ പരീക്കാനല്ലേ വിവരം അറിയിക്കണ്ടേ? ഇതറിഞ്ഞ എന്നെ കൊല്ലൂ. അതാണ് ഞാൻ എന്തിനാണ് ഈ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തെന്നാണ് ഞാൻ ആലോചിക്കണത്. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. ഒരു കാര്യം ചെയ്യാം, നാളെ 4 മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞേ? ഈ വീടൊക്കെ പൂട്ടിയിട്ടിട്ട് നമുക്ക് എങ്ങോട്ടങ്ങ് പോവാ. അയ്യോ, അങ്ങനെ ചെയ്യണ്ട. വല്ല കള്ളന്മാരും ആണെങ്കിലോ, വീടൊക്കെ കുത്തിപ്പൊളിച്ചിട്ട് വല്ല മോഷ്ടിക്കാൻ വേണ്ടിട്ടാണെങ്കിലോ? എന്റെ കയ്യും കാലും തളരണ, എന്താ ചെയ്യാ? എന്താ ചെയ്യാ? ഞാൻ നിന്നെ തലക്കൊന്നാട് തരും. എന്താന്ന്? നിന്നെ ചെവിക്കല്ലോ കുഴപ്പമുണ്ടോ? ഇല്ല. എത്ര നേരം ഞാൻ അവിടെ വിളിച്ചോണ്ടിരിക്കണു. എന്തിന്? കുറച്ച് വെള്ളം എടുത്ത് തരാൻ വേണ്ടിട്ട്. ആ വിളിക്കുന്ന നേരം കൊണ്ട് അടുക്കളയിൽ തന്നെ ഉണ്ടല്ലോ, ഒരു ഗ്ലാസ് എടുത്താൽ കുടിച്ചൂടെ നിങ്ങക്ക്? വേണ്ടാ, ഇതൊക്കെയാണ് ടീം. ഈ വാസുട്ടേട്ടൻ്റെ അടുത്തൊന്നും പറയല്ലേ. പിന്നെ വാസുവേട്ടനോട് പറഞ്ഞാലിപ്പോ എന്താ? ഇക്കാനോട് പറയും, പിന്നെ ആകെ പ്രശ്നാവും. അല്ല, വാസുവേട്ടനോട് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റില്ല. ആ കൂജയിലുള്ള നല്ലതാണോ? ഞാൻ പോയി എടുത്തു കൊടുക്കാം. ഏത് കൂജയിലുള്ളേ? എത്ര കൂജ ഉണ്ട് ഇവിടെ? ഞാൻ എടുത്തു തരാട്ടോ. നടക്ക്, ഞാൻ വരാം. എന്താ ഒന്നുമില്ല, നടക്കുന്നേ. പറയരുതല്ല, പറയില്ല. എന്താ റസി പറയാൻ? ഒന്നുമില്ല.